Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ പാർട്ട് 2 ആണ്. സോ അതിന്റെ സെക്കൻഡ് പാർട്ട് തിയറി ആണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പിന്നെ ഫാക്ട്സ് റിലേറ്റഡ് ടു ദീസ് ടു ടോപ്പിക്സ്. പിന്നെ അത് മാത്രമല്ല രണ്ട് സീരീസ് ഉണ്ടെങ്കിൽ ആ രണ്ട് സീരീസിന്റെ ഫ്രീക്വൻസി അനാലിസിസും ആ കാര്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. ഫസ്റ്റ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് mean of squares of deviations from mean is called variance sigma square. Okay, ഇതാണ് നമ്മൾ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് sigma square. അപ്പോൾ mean of the squares of deviations from mean. ഇപ്പോൾ നമ്മൾ നോർമലി എക്സ് ബാർ ആണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ് ബാറിൽ നിന്നുള്ള ഡീവിയേഷൻസ്, ഇപ്പോൾ ഓരോ ഒബ്സർവേഷന് ഡീവിയേഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒബ്സർവേഷനെ ജനറലി നമ്മൾ എക്സ് ഐ എന്നാണ് എടുക്കുക. അതായത് x1, x2, എക്സെട്ര അപ് ടു xn ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ എക്സ് ഐ ആണ് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻസിനെ. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഒബ്സർവേഷൻസും മീനിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഇനി ഇതിന്റെ സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, അതായത് എക്സ് ഐ മൈനസ് എക്സ് ബാർ, അപ്പോൾ സിഗ്മ സമ്മേഷൻ എടുക്കണം. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മീൻ ആണ്, ഇതിന്റെ മീൻ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് വാട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇതിവിടെ ഞാൻ പറഞ്ഞ പോലെ x1, x2, എക്സെട്ര xn ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ n ഒബ്സർവേഷൻസ് ആണ്. അപ് ടു xn പറഞ്ഞു കഴിഞ്ഞാൽ n ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ അതിന്റെ വേരിയൻസിന്റെ ഫോർമുല എന്താ? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. സമ്മേഷൻ, അതായത് സിഗ്മ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ xi മൈനസ് എക്സ് ബാർ ഉദ്ദേശിക്കുന്നത് എന്താ? ഡീവിയേഷൻ ആണ് അല്ലെ? ഡീവിയേഷൻ ഫ്രം മീൻ ആണ്. ഓരോ ഒബ്സർവേഷൻ മീനിൽ നിന്ന് എത്ര ഡീവിയേഷൻ ഉണ്ട്, എത്ര ഡിഫറൻസ് ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സ്ക്വയർ എടുക്കുക, പിന്നെ മീൻ വാല്യൂ, ദാറ്റ് ഇസ് 1/n സിഗ്മ i 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താന്ന് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ വേരിയൻസിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. ക്ലിയർ ആയല്ലോ? അതായത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സിഗ്മ സ്ക്വയറിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഉദ്ദേശിക്കുന്നത് സിഗ്മ, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് വേരിയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് കാണാം. അങ്ങനെ ഇപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അതായത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് 1/n സിഗ്മ i 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ആ വേരിയൻസിന്റെ ഫോർമുല ഇല്ലേ, അതിന്റെ സ്ക്വയർ റൂട്ട്, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ജസ്റ്റ് രണ്ട് കേസിൽ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. അതായത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിലും കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിലും ആ ഒരു ബേസിസിൽ നമുക്ക് ഫോർമുല നമുക്ക് പറയാൻ പറ്റും. അതായത് സിഗ്മ ഇസ് ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിലാണ്. സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n സിഗ്മ i 1 to n fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ n എന്ന് പറയുന്ന ടേം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സിഗ്മ i 1 to n fi എന്നുള്ള ടേം വന്നിട്ടുണ്ട്, ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. വേർ n ന്റെ വാല്യൂ എന്താ? n ഇസ് ഈക്വൽ ടു സിഗ്മ i 1 to n fi. ക്ലിയർ ആയില്ല? അപ്പൊ ഫ്രീക്വൻസീസ് അല്ലേ, അതിന്റെ സമ്മേഷൻ ആണ് ക്യാപിറ്റൽ n. ഇപ്പൊ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിലുള്ള വേരിയേഷൻ നമുക്കറിയാം. കണ്ടിന്യൂസ് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അല്ലെ? അപ്പൊ നമുക്ക് അവിടെ ക്യാപിറ്റൽ n എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് ദ ഫ്രീക്വൻസീസ് ആണ്. ഇപ്പൊ 1/n സിഗ്മ i 1 to n fi into xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് സ്ക്വയർ. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് സിഗ്മ ഇസ് ഈക്വൽ ടു 1/n, റൂട്ടിന് ഔട്ട്സൈഡ് ആണ്, 1/n സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ i 1 to n fi ഇൻറ്റു xi സ്ക്വയർ മൈനസ് സിഗ്മ i 1 to n fi xi ഹോൾ സ്ക്വയർ. സോ ജസ്റ്റ് ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/n സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ i 1 to n fi ഇൻറ്റു xi സ്ക്വയർ മൈനസ് സിഗ്മ i 1 to n fi xi ഹോൾ സ്ക്വയർ. ഈ ഒരു ടോപ്പിക്കിൽ ബേസിക്കലി മെയിൻ ആയിട്ട് ഫോർമുലയാണ് കൂടുതലുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ ആവാതെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക, അതായത് ഈ ഫോർമുല എല്ലാം നന്നായി പഠിക്കുക, ക്ലിയർ ആവുക. കൺഫ്യൂസ്ഡ് ആയി ചെറിയ ടേംസ് എങ്ങാനും
അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ കംപ്ലീറ്റ് പ്രോബ്ലം തെറ്റും. കാരണം ഇതിലെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ ത്രൂ ഔട്ട് ഫുൾ നമ്മളെടുത്ത എഫേർട്ടും ആ ആൻസറും എല്ലാം തെറ്റിപ്പോകും. നെക്സ്റ്റ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് ഈ പറഞ്ഞ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ലെറ്റ് എ ബി ദ അസ്യൂംഡ് മീൻ. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സിഗ്മ സ്ക്വയർ, ഇതിപ്പോൾ നമ്മൾ പ്രീവിയസ് തിയറി വീഡിയോയിൽ നമ്മൾ മീനിന്റെ കേസിലും നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും. ആ ഒരു കേസിൽ ഇതേപോലെ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർമുലയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ n സ്ക്വയർ into n into sigma i1 to n fi y I square minus sigma i1 to n fi y I whole square. Okay, ഇതിൽ yi എന്ന് പറയുന്നത് xi minus a by h, xi minus a by h. അപ്പോൾ ഇവിടെ xi minus a എന്ന് പറയുന്നത് എന്താ? ഈ a എന്ന് പറയുന്നത് assumed mean ആണ്. ഓക്കെ, പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാവും. a എന്ന് പറയുന്നത് assumed mean ആണ്. അത് നമ്മൾ assume ചെയ്യുന്ന mean ആണ് ആ പ്രോബ്ലത്തിൽ. എന്നിട്ട് അതിന്റെ ഡീവിയേഷൻ, ഇപ്പോൾ ഓരോ ഒബ്സർവേഷനിൽ അതിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടാവുമല്ലോ, അതിനെയാണ് xi minus a എന്ന് പറയുന്നത്. h എന്ന് പറയുന്നത് നമ്മൾ അതും പ്രീവിയസ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ആ ഒരു വാല്യൂ. ഇനി നമ്മൾ ആ ഒരു വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ n സ്ക്വയർ into n into sigma i1 to n fi yi square minus sigma i1 to n fi yi whole square. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ സിഗ്മ സ്ക്വയർ വേരിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് h സ്ക്വയർ n സ്ക്വയർ എന്താ? h ബൈ n ആവും. ഓക്കെ, ആ ടേം ഔട്ട് സൈഡ് എഴുതി. ഇൻറ്റു സ്ക്വയർ ബാക്കി ടേംസിന്റെ സ്ക്വയർ റൂട്ട് n into sigma i1 to n fi yi square minus sigma i1 to n fi yi whole square. Okay, yi എന്ന് പറയുന്നത് xi minus a by h. നെക്സ്റ്റ് നമുക്ക് ഫാക്ട്സ് അബൌട്ട് വേരിയൻസ് നോക്കാം. അതായത് വേരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഫാക്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ് k. ഇപ്പോൾ ഓരോ ഒബ്സർവേഷനെയും നമ്മൾ k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ദ ന്യൂ വേരിയൻസ് എന്തായിരിക്കും? k സ്ക്വയർ ടൈംസ് ദ ഓൾഡ് വേരിയൻസ്. ഇപ്പോൾ ഇവിടെ അതായത് വേരിയൻസ് ഓഫ് റിസൾട്ടിംഗ് ഒബ്സർവേഷൻ പറഞ്ഞാൽ പുതിയ വേരിയൻസ്, k സ്ക്വയർ ടൈംസ് ഒറിജിനൽ പറഞ്ഞാൽ ഓൾഡ് വേരിയൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഓരോ ഒബ്സർവേഷനും k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇപ്പോൾ പുതിയ ഒബ്സർവേഷൻസ് കിട്ടില്ലേ, അതിന്റെ വേരിയൻസ് എന്തായിരിക്കും? k സ്ക്വയർ ടൈംസ്. അപ്പോൾ ഏത് കോൺസ്റ്റന്റ് ആണോ മൾട്ടിപ്ലൈ ചെയ്തത് അതിന്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 സ്ക്വയർ എടുക്കാം. എന്നിട്ട് പഴയ വേരിയൻസിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് പുതിയ വേരിയൻസ്. നെക്സ്റ്റ്, ആഡിങ് ഓർ സബ്ട്രാക്ടിങ് a positive number to each observation of a group does not affect the variance. അതായത് ഇപ്പോൾ ഓരോ ഒബ്സർവേഷനും നമ്മൾ ഒരു പെർട്ടിക്കുലർ പോസിറ്റീവ് നമ്പർ ഒന്നുകിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ആ ഒരു വേരിയൻസിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒബ്സർവേഷൻസിനും ചെയ്യും. ഒന്നുകിൽ ഏതെങ്കിലും ഒരു വാല്യൂ പ്ലസ് ചെയ്യും അല്ലെങ്കിൽ മൈനസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ അത് വേരിയൻസിനെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസിൽ ചോദിക്കാറുണ്ട് ഇത് ബേസ് ചെയ്തിട്ട്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫാക്ട്സ് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ് if each variate value is raised or reduced by a constant. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നെങ്കിൽ ഓരോ ഒബ്സർവേഷൻ, വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വേരിയബിൾ, ഓരോ ഒബ്സർവേഷനും നമ്മൾ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ. സ്കെയിൽ ചേഞ്ച് വന്നാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതായത് y ഇസ് ഈക്വൽ ടു ax പ്ലസ് b ആ ഒരു ഫോമിലാണെങ്കിൽ ദെൻ സിഗ്മ y, അതായത് പുതിയത് സിഗ്മ y എന്നുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് a ഇൻറ്റു സിഗ്മ എക്സ് ആണ് വരിക. ഓക്കെ, സിഗ്മ എക്സ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് a. ഇപ്പോൾ y എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് y ഇസ് ഈക്വൽ ടു ax പ്ലസ് b ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സിഗ്മ y എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ y എന്ന് പറയുന്നത് എന്താ? മോഡുലസ് ഓഫ് a, മാഗ്നിറ്റ്യൂഡ് ഓഫ് a ഇൻറ്റു സിഗ്മ എക്സ് ആണ് വരിക. Next, if a variate assumes the values xi such that a less than equal to xi less than equal to b. അതായത് നമ്മൾ റേഞ്ച് ഓഫ് വാല്യൂസ് എപ്പോഴും പറയാറില്ലേ, അപ്പോൾ അത് a to b എന്ന് പറയുന്നത് ഇവിടെ ഒരു റേഞ്ച് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫോർ ഓൾ i belongs to 1 to etc n, then variance sigma square എന്തായിരിക്കും? It will be less than or equal to b minus a whole square. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ b minus a whole square എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ 0 less than equal to xi less than equal to 3 പറയുകയാണെങ്കിൽ 3 minus 0. അപ്പോൾ ഇത് ശരിക്കും എന്താ? ഈ b minus a ഉദ്ദേശിക്കുന്നത് റേഞ്ച് ആണ് അല്ലേ?
ഫംഗ്ഷൻസിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ഒരു ഡിഫറൻസ് അപ്പർ ഇന്റർവൽ മൈനസ് ലോവർ ഇന്റർവൽ റേഞ്ച് നമ്മൾ പറയാറില്ല, അതേപോലെ തന്നെ b minus a whole square ഇല്ലേ. അപ്പോൾ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു b minus a whole square. ക്ലിയർ ആയല്ലോ? സോ x യുടെ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ a ആൻഡ് b ആണെങ്കിൽ ഫോർ ഓൾ i belongs to 1 to n അങ്ങനെയാണെങ്കിൽ സിഗ്മ സ്ക്വയർ വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഈക്വൽ ടു റേഞ്ച് സ്ക്വയർ ആയിരിക്കും. ഇത് വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? ജസ്റ്റ് സ്ക്വയർ റൂട്ട് കൊടുക്കുക. അതായത് സിഗ്മ ലെസ് ദാൻ ഈക്വൽ ടു റേഞ്ചിന്റെ സ്ക്വയർ അല്ല വരിക, പകരം റേഞ്ച് ആണ് വരിക. ക്ലിയർ ആയല്ലോ? ഇനി കമ്പൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്. ഈ കമ്പൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഉദ്ദേശിക്കുന്നത് രണ്ട് സീരീസ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവും. ക്ലിയർ ആയി? വിത്ത് സ്പെസിഫിക് മീൻസ് ആൻഡ് ഇതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആ ഒരു കേസിലാണ് നമ്മൾ ആ രണ്ട് സീരീസിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള മീൻ ആൻഡ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. If there are two sets of observations n1 and n2, അതായത് ഫസ്റ്റ് സീരീസിന്റെ n1 സെക്കൻഡ് സീരീസിന്റെ n2 ഐറ്റംസ് ഉദ്ദേശിക്കുന്നത് number of observations ആണ് കേട്ടോ, with means x1 bar and x2 bar and standard deviation sigma 1 and sigma 2. അങ്ങനെയാണെങ്കിൽ combined mean എന്ന് പറയുന്നത് x bar is equal to n1 into x1 bar plus n2 into x2 bar divided by n1 plus n2. അപ്പോൾ നമ്മൾ രണ്ട് സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻസ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് സെറ്റിന്റെ n1 ഒബ്സർവേഷൻസ്, സെക്കൻഡ് സെറ്റിന്റെ n2 ഒബ്സർവേഷൻസ്. അതേപോലെ ഫസ്റ്റ് സെറ്റിന്റെ മീൻ x1 ബാറും സെക്കൻഡ് സെറ്റിന്റെ മീൻ x2 bar. Similarly, standard deviations of sigma 1 and sigma 2 respectively. അങ്ങനെയാണെങ്കിൽ രണ്ട് സീരീസിന്റെയും കമ്പൈൻഡ് മീൻ എന്തായിരിക്കും? x bar is equal to n1 x1 bar plus n2 x2 bar divided by n1 plus n2. ഇനി കമ്പൈൻഡ് വേരിയൻസും ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും. 1 divided by n1 plus n2 whole into n1 into sigma 1 square plus d1 square plus n2 into sigma 2 square plus d2 square. ക്ലിയർ ആയല്ലോ? അതായത് ഇത് ഫസ്റ്റിന്റെ ഇത് സെക്കൻഡ് സെറ്റിന്റെ അങ്ങനെ. അപ്പോൾ 1 by n1 plus n2 into n1 into sigma 1 square plus d1 square plus n2 into sigma 2 square plus d2 square. ഇനി ഹോൾ ഡിവൈഡ് ബൈ n1 plus n2 ചെയ്യണം, അത് വിട്ടുപോകരുത്. ഇതാണ് കമ്പൈൻഡ് വേരിയൻസ് ഓഫ് ദ ടു സെറ്റ്സ് അല്ലെങ്കിൽ ടു സീരീസ്. നെക്സ്റ്റ് നമുക്ക് അനാലിസിസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. അതായത് എപ്പോഴും നമ്മൾ രണ്ട് സീരീസിന്റെ വേരിയബിലിറ്റി, ഈ വേരിയബിലിറ്റി ഉദ്ദേശിക്കുന്നത് ഏത് സീരീസ് ആണ് കുറച്ചും കൂടി കൂടുതൽ വേരിയബിൾ ആവുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആവുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഏതിന്റെ ബേസിസിലാണ് പറയാൻ പറ്റുക? അതായത് ഒരു മെഷർ നമുക്ക് വേണം. ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു മെഷർ, അതായത് ആ മെഷർ വെച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ രണ്ട് സീരീസ് ഏതാണ് കൂടുതൽ വേരിയബിൾ അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ കൺസിസ്റ്റന്റ്, അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ മെഷറിന്റെ ബേസിസിലാണ്. ആ മെഷർ എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് അത് ഒരിക്കലും യൂണിറ്റ്സിനെ ഡിപെൻഡ് ചെയ്യാൻ പാടില്ല. ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് യൂണിറ്റ്സ്. എങ്കിൽ മാത്രമേ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അത് വേരിയബിൾ ആണോ കൺസിസ്റ്റന്റ് ആണോ പറയാൻ പറ്റുള്ളൂ. സോ whenever we want to compare the variability of two series with same mean, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന രണ്ട് സീരീസിന്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, which are measured in different units. പക്ഷെ അത് മെഷർ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിരിക്കാം. സോ ആ ഒരു കേസിൽ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെഷർ വേണം വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് യൂണിറ്റ്സ്. അപ്പൊ അതിന് ആ ഒരു മെഷറിനെയാണ് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ക്ലിയർ ആയല്ലോ? ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ ബേസ് ചെയ്തിട്ടാണ്, ആ വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് അനലൈസ് ചെയ്യാൻ പോകുക. അല്ലെങ്കിൽ രണ്ട് സീരീസിന്റെ വേരിയബിലിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്താന്ന് നോക്കാം. ലെറ്റ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഗിവൺ ഡാറ്റ ബി എക്സ് ബാർ ആൻഡ് സിഗ്മ. ഇപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റ, സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ മീൻ എക്സ് ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സിഗ്മ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് sigma divided by x bar into 100 where x bar is not equal to 0. Clear ആയല്ലോ? sigma divided by x bar into 100. ഇങ്ങനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്നത് ഒരു പെർട്ടിക്കുലർ ഡാറ്റയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഒരു സീരീസിന്റെ. അപ്പോൾ ആ ഒരു സീരീസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയണം, മീൻ വാല്യൂ അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത് ദ സീരീസ് ഹൂസ് CV is more is said to be more variable than the other. ക്ലിയർ ആയല്ലോ? അപ്പോൾ CV കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വേരിയബിലിറ്റി കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ വേരിയബിലിറ്റി കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഏതിനാണ് കൂടുതൽ, ആ ഒരു സീരീസ് ആയിരിക്കും കൂടുതൽ വേരിയബിൾ ആയിരിക്കും. ലാസ്റ്റ് ടോപ്പിക് ആണ് കമ്പാരിസൺ ഓഫ് ടു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് വിത്ത് സെയിം മീൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, സെയിം മീൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ജസ്റ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സീരീസിന്റെ കേസിനാണ്. ഇനി നമ്മൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആ രണ്ടെണ്ണത്തിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കമ്പയർ ചെയ്യണമെങ്കിൽ ആ രണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിന്റെ മീൻ സെയിം ആയിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ നോക്കാം. Let there be two frequency distributions with the same mean x bar. അപ്പോൾ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പോകുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിന്റെ മീൻ വാല്യൂ സെയിം ആണ്, എക്സ് ബാർ ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറെന്റ് ആണ്, സിഗ്മ 1ഉം സിഗ്മ 2. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്താ? ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫോർമുല ഡിസ്കസ് ചെയ്തു, സിഗ്മ 1/x ബാർ ഇൻറ്റു 100 അല്ലെ. സിഗ്മ 1 ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. അതായത് സിഗ്മ 1 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. സിമിലർലി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ എഴുതിക്കൂടെ, അതായത് സിഗ്മ 2/x ബാർ ഇൻറ്റു 100. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, സിഗ്മ 2/x ബാർ ഇൻറ്റു 100. ഇനി നമ്മൾ ഇത് രണ്ടിന്റെയും റേഷ്യോ എടുക്കുക, അതായത് CV1/CV2. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം CV1 എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയത്, CV2 സെക്കൻഡ് വൺ. അപ്പോൾ സിഗ്മ 1/x ബാർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സിഗ്മ 2/x ബാർ ഇൻറ്റു 100. അപ്പോൾ ഈ ഇൻറ്റു 100 ക്യാൻസൽ ആവും, എക്സ് ബാറും ക്യാൻസൽ ആവും. അപ്പോൾ ആകെ കൂടി വരുന്നത് സിഗ്മ 1/σ2 ആണ്. ഓക്കെ, സിഗ്മ 1/σ2. അതാണ് CV1/CV2 എന്ന് പറയുന്നത് സിഗ്മ 1/σ2. ഇനി ഈ ഒരു റേഷ്യോ കിട്ടില്ലേ, ദ സീരീസ് വിത്ത് ലെസ്സർ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് സെഡ് ടു ബി മോർ കൺസിസ്റ്റന്റ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? മോർ വേരിയബിൾ ആണ്. അപ്പൊ അതേപോലെ നമുക്ക് തിരിച്ചും പറയാം, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കോൺസെപ്റ്റിൽ പറയണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ സിഗ്മ 1 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് ഒബ്സർവേഷനും ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനും, സിഗ്മ 2 സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആണ് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിഗ്മ 1/σ2 ഒരു റേഷ്യോ ആണ്, അതായത് രണ്ടിനെയും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് നമ്മൾ ജസ്റ്റ് റേഷ്യോ കോൺസെപ്റ്റിൽ പറയാണ്. അപ്പൊ ഏത് സീരീസിനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവുള്ളത്? ഇപ്പൊ സിഗ്മ 1 സപ്പോസ് ലെസ് ആണെന്ന് വിചാരിക്കാം കമ്പയർഡ് ടു സിഗ്മ 2. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീരീസ് എന്തായിരിക്കും? മോർ കൺസിസ്റ്റന്റ് ആയിരിക്കും. ഈ മോർ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു, അതായത് ലെസ് വേരിയബിൾ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ജസ്റ്റ് കൺസിസ്റ്റൻസിയും വേരിയബിലിറ്റിയും ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ മോർ കൺസിസ്റ്റന്റ് ആവുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ ഏറ്റവും കുറവ് വരുന്നത്, അതായത് ലെസ് വേരിയബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.